ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം. ആ നാരായണീയത്തെ നാരായണീയ മധുരമായി ആ മാധുര്യം നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 95-ാമത്തെ ദിവസം. നാരായണീയ മധുരം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഭാഗവത മധുരവും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നാളെ ഉച്ചയ്ക്ക് സമർപ്പിക്കും, തിങ്കളാഴ്ച ഉച്ചയ്ക്ക്. അതോടൊപ്പം തന്നെ അന്ന് വൈകുന്നേരം തന്നെ പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് പട്ടാമ്പി പെരുമുടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ വൈകുന്നേരം മാഹാത്മ്യപാരായണത്തോടുകൂടി ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന ആളുകൾ സൗകര്യം പോലെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ വന്ന് പങ്കുചേരാൻ സ്നേഹാദരങ്ങളോടെ അപേക്ഷിക്കണു, അഭ്യർത്ഥിക്കണു. ഇവിടെ ഇന്ന് 9-ാമത്തെ ദശകത്തിൽ 7-ാമത്തെ ശ്ലോകമാണ് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, പിന്നെ അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ശ്ലോകം ചൊല്ലി ശ്രീഹരിയം പാരായണം ചെയ്ത് നമുക്ക് സമർപ്പിക്കാം. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദിഷ്ട്യാദൃശോ കുരുഷ്വ
ധിയമാശു മേ ഭുവനനിർമ്മിതൗ കർമ്മഠാമിതി ദ്രുഹിണവർണിത സ്വഗുണ ബംഹിമാ പാഹി മാം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ ദിഷ്ട്യാദൃശോപദം ഉപൈഷി ആശു മേ ധിയം ഭുവനനിർമ്മിതൗ കർമ്മഠാം കുരുഷ്വ ഇതി ദ്രുഹിണവർണിത സ്വഗുണബംഹിമാ പാഹി മാം. ശ്രുതിപ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ. ശ്രുതി വേദം, വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപതേ, സർവവ്യാപകമായി എല്ലായിടത്തും മാഹാത്മ്യമുള്ള ശ്രീപതേ, ലക്ഷ്മീപതേ, ഹരേ മഹാവിഷ്ണു ജയ ജയ, അങ്ങ് ജയിക്കട്ടെ ജയിക്കട്ടെ ജയിക്കട്ടെ. പ്രഭോ, സർവശക്തനാണ് പ്രഭു അല്ലേ? അങ്ങനെ സർവശക്തനായിരിക്കുന്ന അവിടുന്ന് ദിഷ്ട്യാദൃശോ പദം ഉപേക്ഷി, ഭാഗ്യവശാൽ കണ്ണുകൾക്ക് വിഷയമായിരിക്കണു. എൻ്റെ ഭാഗ്യം കൊണ്ട്, ഭാഗ്യവശാൽ എനിക്ക് ദർശനഭാഗ്യത്തെ തന്നിരിക്കുന്നു. ആശുമേ ധിയം ഭുവനനിർമ്മിതൗ കർമ്മഠാം കുരുഷ്വ. താമസിയാതെ ഉടനെ തന്നെ ആശു, എൻ്റെ ബുദ്ധിയെ, മേ ധിയം ഭുവനനിർമ്മിതൗ കർമ്മഠാം കുരുഷ്വ, ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ അതിന് സാമർഥ്യമുള്ളതാക്കി മാറ്റണേ. ഇതി ദ്രുഹിണവർണിത, ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട, ചിലയിടത്ത് ദ്രുഹിണവന്ദിത എന്ന് കാണാറുണ്ട്. പക്ഷേ വർണ്ണിക്കുക, അതാണ് ബ്രഹ്മാവിന് ഏറ്റവും സുകരമായി തീർന്നത്. അപ്പം അതുകൊണ്ട് വർണ്ണിത എന്നാണ് നല്ലത് എന്നാണ് ആചാര്യന്മാർ, വ്യാഖ്യാതാക്കൾ പറഞ്ഞു തരുന്നത്. ഇതി ദ്രുഹിണവർണിത സ്വഗുണബംഹിമാ പാഹി മാം. ഇങ്ങനെ ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട സ്വഗുണബംഹിമാ, മഹിമയുള്ള മഹിമാതിശയത്തോടു കൂടിയിട്ടുള്ള അവിടുന്ന് പാഹി മാം, ഈ ഉള്ളവനെയും അനുഗ്രഹിക്കണേ, കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദിഷ്ട്യാദൃശോ കുരുഷ്വ ധിയമാശു മേ ഭുവനനിർമ്മിതൗ കർമ്മഠാമിതി ദ്രുഹിണവർണിത സ്വഗുണബംഹിമാ പാഹി മാം. ശ്രീഹരിയം. കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ വാസുദേവ, കൃഷ്ണ ഗുരുവായൂരപ്പ ശ്രീവാതനാഥ. വേദങ്ങളിൽ പ്രകീർത്തിക്കും സർവവ്യാപിയാകും ദേവ, ലക്ഷ്മീകാന്ത മഹാവിഷ്ണു ജയിച്ചിടുക. സൃഷ്ടിക്കായി ബുദ്ധിയേകു ബ്രഹ്മദേവൻ വർണ്ണിക്കുന്ന വിഷ്ണു തന്നെ ഇവനെയും രക്ഷിച്ചിടട്ടെ. നാരായണ 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 രാധാ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി.
ഹരി ഓം.